സുൽഫത്ത്, അവൾക്കൊപ്പം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീജിത്തും ഇവിടെ പറഞ്ഞു. പക്ഷേ നിയമ പോരാട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എന്തായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് അവർ സംശയിക്കുന്നയാളെ ദിലീപിനെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് മറ്റ് സാധ്യതകളുണ്ട്, അപ്പീൽ സാധ്യതയുണ്ട്. അതിനിടെ അവരുടെ പേര് വലിച്ചിഴച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും ഈ രീതിയിൽ ഈ മാർട്ടിൻ്റെ വീഡിയോ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. പക്ഷേ ഇപ്പോഴും അതിജീവിത വിശ്വസിക്കുന്നത് തനിക്ക് നീതി കിട്ടിയില്ല എന്നതിന് കാരണമായിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ തന്നെയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു? അതിജീവിത നീതിന്യായ വ്യവസ്ഥക്കെതിരെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പറയേണ്ടതും. അതോടൊപ്പം തന്നെ അതിജീവിതം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ ഈ വ്യവസ്ഥയോടും കേരളത്തിലെ പൊതുസമൂഹത്തോടുമാണ് ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച ശ്രീജിത്ത് പറഞ്ഞു അവൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവൾക്കെതിരെ ഈ രീതിയിൽ പ്രതികരിക്കുന്നവരെ അകത്തിടണമെന്ന്. ഒരേ സമയം അവൾക്കൊപ്പമാവുകയും അവനൊപ്പമാവുകയും ചെയ്യുന്ന ഒരു 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 ചെറിയ വിഭാഗം കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് വളരെ ചെറിയ വിഭാഗമാണ്. പക്ഷെ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ പണത്തിന്റെ ബലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും PR വർക്കിന് വളരെ ശക്തന്മാരുള്ളതായിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീക്ക് അവളൊന്ന് ചോദിച്ച ചോദ്യം ഞാൻ വീട്ടിൽ ഇരിക്കണമായിരുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന തരത്തിലാണ്. ഒരു സർവൈവർ എന്നുള്ള നിലയ്ക്കോ ഒരു വിക്ടിം എന്നുള്ള നിലയ്ക്കോ അല്ല, ഞാനൊരു സാധാരണ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ എന്നാ പറഞ്ഞത്. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഒന്ന് ഓർത്തു നോക്കിയേ. ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ, അത് തെളിയിച്ചു കഴിഞ്ഞാന്നല്ല, കോടതി തെളിയിച്ചു കഴിഞ്ഞു, അതിലെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ടും അതായത് അതിന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക്, സാധാരണ സ്ത്രീകൾ അത് കഴിഞ്ഞ് മാളത്തിൽ ഒളിച്ച് പേരില്ലാതെ സ്ഥലനാമങ്ങളാൽ അറിയപ്പെടുന്നവരായി ഒളിച്ചുകൂടുന്നതിന് പകരം വളരെ കൃത്യമായി അവൾ നീതിക്ക് വേണ്ടി പോരാടിയതാണ്. പോരാടുകയല്ല, യുദ്ധം ജയിച്ചതാണ്. ആ യുദ്ധത്തിൽ അവൾ ജയിച്ചു എന്ന് അവൾ വിശ്വസിക്കുന്നില്ല, പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. അവൾ ജയിച്ചു എന്ന് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഗൂഢാലോചന നടത്തിയത് ആര് എന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. മറ്റൊന്ന്, കൂട്ട ബലാത്സംഗത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചുകൊണ്ട് നീതിപീഠം അവളോട് ചെയ്ത കരുണയില്ലാത്ത പ്രവൃത്തി. നീതിപീഠത്തിന്റെ മുന്നിൽ അവൾ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി ഈ കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല എന്ന് കണ്ട് അവൾ മേൽക്കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചിട്ടുള്ള ഒരു അതിജീവിതയാണ്. അവിടെ എവിടെയും അവൾക്ക് നീതി ലഭിച്ചില്ല, അവളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. വീണ്ടും വിധി വരുമ്പോഴും ഈ രീതിയിൽ അവൾക്ക് നീതി ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ പറഞ്ഞ ഒരു വീഡിയോ രണ്ടാം പ്രതിയെ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് സർക്കാരിന് അയാൾക്കെതിരെ കേസെടുത്ത് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാത്തത്? വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം, മറ്റ് പല വിവാദ വീഡിയോകളും ഉണ്ടാകുമ്പം മെറ്റയോട് തന്നെ ആ വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കേരള സർക്കാർ അടക്കം എന്തുകൊണ്ടാണ് ഇത്തരം വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാത്തത്? അതായത് അത് ആദ്യം പ്രചരിപ്പിച്ചത് ആരാണോ അയാളെ പിടിക്കാത്തത് എന്താണ്? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ആ വീഡിയോയിലുള്ളയാൾ ജയിലിലാണ്. അതെ, ആ ജയിലിലാണെങ്കിലും കേസെടുക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഇതുവരെയും അയാൾക്കെതിരെ മറ്റൊരു കേസ് എടുത്തിട്ടില്ല. അയാളെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണല്ലോ നീതിന്യായ സംവിധാനം. പക്ഷേ സംസ്ഥാന സർക്കാർ അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ചു പറയുന്നു. അവളെ ഒളിവിൽ ഇരിക്കാതെ തന്നെ അവളെ വളരെ പ്രത്യക്ഷ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ആ രീതിയിൽ ആത്മധൈര്യവും ആത്മാഭിമാനം ഉള്ളവളാക്കിയൊക്കെ മാറ്റുമ്പോൾ പോലും നിയമപരമായി ചെയ്യേണ്ട കാര്യം, ഈ പറയുന്നയാൾ ജയിലിലാണെങ്കിൽ പോലും ഈ ഇതിന് കേസെടുത്ത് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇടപെടുകയാണ് ശ്രീജിത്ത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? അവൾക്കൊപ്പം എന്ന് പറയുകയും അതേ